Hello students, അപ്പോൾ നമുക്ക് divergence theoremത്തിന്റെ next ഒരു problem നോക്കാം. Let D be the region bounded by the hemisphere x square plus y square plus z minus 1 whole square equal to 9, where 1 less than or equal to z less than or equal to 4, and the plane z equal to 1. അപ്പോൾ നോക്കൂ ഇവിടെ ഹെമിസ്ഫിയർ കാണിച്ചിട്ടുണ്ട്, പിന്നെ z equal to 1 എന്നുള്ള പ്ലെയിൻ ആണ് ഒരു ഭാഗം വരുന്നത്, ഒരു ഭാഗം ഹെമിസ്ഫിയറും ഒരു ഭാഗം z equal to 1 എന്നുള്ള പ്ലെയിനുമാണ് സർഫസ് ആയിട്ട് വരുന്നത്. ഓക്കെ, and verify the divergence theorem if f equal to xi plus yj plus z minus 1 into k. വെരിഫിക്കേഷൻ ആണ്, അപ്പോൾ രണ്ട് സൈഡും ചെയ്യണം. ഇപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആദ്യം ചെയ്യാം, അത് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൈവേർജൻസ് എഫ് ഇതാണ്. ഡൈവേർജൻസ് എടുക്കുമ്പോൾ നമുക്ക് നിങ്ങളത് നോട്ടിൽ എഴുതുമ്പോൾ അത് ഡെൽ ഡോട്ട് എഫ് എടുത്ത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാട്ടോ. 3 എന്നാണ് കിട്ടുക. അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡൈവ് എഫ് ഡി വി is equal to ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി 3 ഡി വി വരും. 3 ഔട്ട് സൈഡ് എടുത്ത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കതിൻ്റെ വോള്യമാണ് വരുന്നത്. ഹെമിസ്ഫിയറിൻ്റെ വോള്യം, ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പിലാണല്ലോ, അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോള്യമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് ആവശ്യമുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഫോർമുല എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. ഇപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനിൽ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ സെഡ് മൈനസ് 1 സ്ക്വയർ എടുത്തത് സെഡിൻ്റെ കോർഡിനേറ്റ് വെച്ചിട്ട്. എന്തായാലും നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. റേഡിയസ് ഇവിടെ എ സ്ക്വയറിൻ്റെ പ്ലേസിൽ 9 ആണ്, അപ്പോൾ എ ഈക്വൽ ടു 9 ആണ്. ഹെമിസ്ഫിയറിൻ്റെ വോള്യം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബാണ്. അപ്പോൾ 2/3 പൈ 3 ക്യൂബാണ് വാല്യൂ വരിക ഇതിൻ്റെ. അപ്പോൾ 3 × 2/3 പൈ 3 ക്യൂബ് വരും. നിങ്ങൾ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 54 പൈ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഒരു സൈഡ്. ഈ സർഫസിൻ്റെ ഔട്ട്വേർഡ് ഫ്ലക്സിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. മറ്റേ സൈഡ് അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 സർഫസുകൾ വരുന്നുണ്ട്. ഒന്ന് ഹെമിസ്ഫിയർ ആയിട്ട് വരുന്ന സർഫസും ഒന്ന് സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിൻ, ആ ഒരു സർഫസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ആ സർഫസിന് 2 സർഫസുകളായി 2 ഡിഫറെൻറ്റ് സർഫസസ് ആയതുകൊണ്ട് 2 സർഫസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ആഡ് ചെയ്യാം. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എന്നുള്ളതിനെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S1 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S2 ജസ്റ്റ് അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കിയത്തെ ഇൻ്റഗ്രാൻഡോ വിത്ത് റെസ്പെക്ട് ടു എന്താണെന്നുള്ളതൊന്നും എഴുതിയിട്ടില്ല. ആ 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് അങ്ങനെ എഴുതിയതാണ്. S1 ഹെമിസ്ഫിയർ ആയിട്ടും S2 സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിൻ ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് S1 ഈസ് ദ ലെവൽ സർഫസ് ഓഫ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹെമിസ്ഫിയർ ആണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ലെവൽ കർവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെവൽ കർവ് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ ലെവൽ സർഫസ്, ലെവൽ കർവ് അല്ല, ഇവിടെ ആ ലെവൽ സർഫസ് ആണ് വരുന്നത്. ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ആണ് S1. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. അത് വാല്യൂറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് n വേണം. n കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ജി എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഒരെണ്ണത്തിന് ജി എന്ന് എടുത്തത്. അപ്പോൾ ഡെൽ ജി ബൈ നോം ഡെൽ ജി കണ്ടുപിടിച്ചാൽ മതി. ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ വരിക, കേളാണ് കേട്ടോ. ഡെൽ ജി എന്ന് പറയുമ്പോൾ കേൾ ബൈ നോം ഓഫ് കേൾ അല്ലേ വരുന്നത്. അപ്പോൾ നോം ഓഫ് ദിസ് വൺ ദാറ്റ് ഈസ് x/3 i plus y/3 j plus z minus 1/3 k ആണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് പിന്നെ ഞാനത് എങ്ങനെയാണ് വന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി എഫ് ഡോട്ട് എൻ എടുക്കുക. എഫ് ഡോട്ട് എൻ എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടുത്തെ എഫ് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് ഇവിടുത്തെ നമ്മുടെ എഫ്, ക്യാപിറ്റൽ എഫ്. ഓക്കെ, അല്ല സോറി, ക്യാപിറ്റൽ എഫ് അതല്ല. ക്യാപിറ്റൽ എഫ് തന്നിരിക്കുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് മൈനസ് 1 ആണ്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് മൈനസ് 1 ആണ്. സെഡ് മൈനസ് 1 ഇൻറ്റു കെ ആണ് ക്യാപിറ്റൽ എഫ് തന്നിരിക്കുന്നത്. തെറ്റിപ്പറഞ്ഞതാണ്. അപ്പോൾ എഫ് ഡോട്ട് എൻ എടുക്കുക. എഫ് ഡോട്ട് എൻ എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആണെന്ന് നമുക്കറിയാം. സോ 3 എന്നാണ് കിട്ടുക എഫ് ഡോട്ട് എൻ ഹെമിസ്ഫിയറിൻ്റെ കേസിൽ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S1 എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ 6 പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ നമ്മുടെ സർക്കിളാണ് വരുന്നത് അല്ലേ, റീജിയൻ. സോറി, സർക്കിളല്ല, ഹെമിസ്ഫിയറിൻ്റെ റീജിയൻ. ദാറ്റ് ഈസ് എഫ് ഡോട്ട് എൻ വരുമ്പോൾ 3 വരും. ഡി എസ് എന്ന് വരുമ്പോൾ ഡി എസ് നമുക്ക് വരുമ്പോൾ 3/√9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് 9 ഇൻറ്റു integral 0 to 2 pi integral 0 to 3 9 minus r square the whole raised to minus 1/2 r dr d theta polar coordinate ചേഞ്ച് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഡി എസ് എന്നുള്ളിടത്ത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 3 ഇൻറ്റു ഇവിടെ നമുക്ക് ഡി എസ് എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ വരുന്നത് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഓർത്തിരിക്കണം. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഡി എസിൻ്റെ ഫോർമുല ഡി എയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ളതാണിത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇതിൽ നമുക്ക് 3 3 9 ഔട്ട്സൈഡ് എടുക്കാം. പിന്നെ ഇതിന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ ആർ എന്ന് എഴുതാം. അപ്പോൾ ആറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഈ മൈനസ് ഔട്ട്സൈഡ് എടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പിന്നെ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 9 മൈനസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു -1/2 എന്നാണ് മുകളിലേക്ക് വരിക. പിന്നെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആർ ഉണ്ടാവും, ഡി ആർ ഉണ്ടാവും, ഡി തീറ്റ ഉണ്ടാവും. ആർ ഡി ആർ ഡി തീറ്റയാണ് ബാക്കി ഉണ്ടാവുക ഡി എനെ കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ബാക്കി അപ്പോൾ വരുന്നത് 50 ഇത് ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ആർ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 54 പൈ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി. ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത വീക്കിലൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി. ഇത് പറഞ്ഞു തരാം കേട്ടോ വേണമെങ്കിൽ. ഓക്കെ, അടുത്തത് S2 എടുക്കുക. S2 ആകുമ്പോൾ നമുക്ക് സെഡ് പ്ലെയിൻ ആണ്. സെഡ് പ്ലെയിന് നമുക്കറിയാം നോർമൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ n=kയും n=-kയും നോർമലാണ്. നമ്മളിവിടെ n=-k നോർമൽ വെക്ടർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ F.n ഈക്വൽ ടു നമ്മളിവിടെ എടുക്കുമ്പോൾ n എന്ന് പറഞ്ഞാൽ -k അല്ലേ. അപ്പോൾ നമുക്ക് -z-1 ദാറ്റ് ഈസ് -z+1 ആണ് F.n വരിക. z ഈക്വൽ ടു 1 ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ S2 -z+1 ds ഈക്വൽ ടു നമുക്ക് 0 എന്ന് എഴുതാനാണ് പറ്റുക. z ഈക്വൽ ടു 1 അല്ലേ വരിക. അപ്പോൾ ഇത് നമുക്ക് എഴുതി വരുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ S2 എന്നുള്ളത് എടുക്കുമ്പോൾ z ഈക്വൽ ടു 1 എന്നുള്ളത് മാത്രമേ വരുള്ളൂ. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ z ഈക്വൽ ടു 1 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് തന്നെ 0 ആയിക്കോളും. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. z ഈക്വൽ ടു 1 എന്നുള്ളത് ഇവിടെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇത് -1+1 0 ആയിക്കോളും. ഓക്കെ, ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ F.n ds ഈക്വൽ ടു ആകെ 54 പൈ മാത്രമേ ആദ്യത്തെ വരുള്ളൂ. രണ്ടാമത്തെ 0 ആയി പോവും. സോ 54 പൈ എന്നുള്ളത് കിട്ടും. ഓക്കെ, അടുത്തത് if f equal to this, evaluate double integral over s F.n ds where s is the unit cube defined by 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 1 and 0 less than or equal to z less than or equal to 1. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർ ദ ക്യൂബാണ്. ഓരോന്നിൻ്റെയും വാരിയേഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അതിന് പകരം ട്രിപ്പിൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എഴുതി. ഡൈവേഫ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് വരുന്നത്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഓരോന്നും വാരിയേഷൻ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഒക്കെ വാരിയേഷൻ എഴുതി dx dy dz എന്നാക്കി. ഇത് മാറ്റിയിട്ട് ഇനി ഇപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഏത് വേണമെങ്കിലും ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക. പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. അപ്പോൾ വൈയുടെ ടേംസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക. പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെഡും ചെയ്യുക. അങ്ങനെ ഫൈനൽ ആൻസർ അത് ചെയ്യാം കേട്ടോ. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓൾറെഡി പഠിച്ചതല്ലേ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, എക്സസൈസിലും കുറേ പ്രോബ്ലംസ് ഉണ്ട്. 4-5 എണ്ണമൊക്കെ ചെയ്ത് നോക്കുക. എല്ലാത്തിനും ഡൈവേർജൻസ് തിയറത്തിൻ്റെ വെരിഫിക്കേഷനും അതിൻ്റെ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ.